ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്രിയേറ്റർമാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ യൂട്യൂബിനകത്തും അതുപോലെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അതിനകത്ത് നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് മോണിറ്റൈസേഷനിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. യൂട്യൂബിൻ്റെ പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് അതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും അതുപോലെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ക്രിയേറ്റർമാർക്ക് ഫേസ്ബുക്കിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. എല്ലാവരും ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് അധികം അങ്ങോട്ട് പലരും ഫോക്കസ് ചെയ്യാറില്ല. എന്നാൽ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് ഇൻകം നേടാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലൂടെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്കിനകത്ത് ഇൻകം ഏൺ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് 10,000 ഫോളോവേഴ്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജിനുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യമാണ്. നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമുക്ക് പേഴ്സണൽ പ്രൊഫൈലും ഉണ്ട്, ഫേസ്ബുക്ക് പേജും ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ പ്രൊഫൈലിനെ പ്രൊഫഷണൽ മോഡിനകത്തേക്ക് കൺവെർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ ഇനി ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് പേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവെർട്ട് ചെയ്തിരിക്കണം. രണ്ടിലേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വാച്ച് ടൈം എന്ന് പറഞ്ഞാൽ 30,000 മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം. 30,000 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോകൾ 3 മിനിറ്റിൽ കുറയാത്ത വീഡിയോകൾക്ക് 30,000 മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം. അതും ലാസ്റ്റ് 60 ഡേയ്സിൽ, അതായത് 2 മാസത്തെ അവസാന 2 മാസത്തെ കണക്കാണ് നോക്കുന്നത്. ആ സമയത്ത് ഈ ഒരു 30,000 മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം. ഈ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസ്ട്രീം ആഡ്സ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ലൈവ് പോവുകയാണെങ്കിലും അതിൻ്റെ താഴെ ആഡ്സ് വരും. അതുപോലെ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ ആഡ്സ് വരും. വീഡിയോയ്ക്ക് ഇടയിൽ ആഡ്സ് വരും. വീഡിയോയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ ആഡ് വരും. നമ്മൾ യൂട്യൂബിനകത്ത് എങ്ങനെയാണ് ആഡ് വരുന്നത് അത് മെത്തേഡിൽ നമുക്ക് ഇവിടെ ആഡ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിൻ്റെ റവന്യൂ ഫേസ്ബുക്ക് നമുക്ക് ഷെയർ ചെയ്ത് തരും. നമ്മുടെ ത്രൂ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കും. വേറെ കാര്യം, നമ്മുടെ 18 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി ആയിരിക്കണം, എങ്കിൽ മാത്രമേ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അവരുടെ കുറേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസിന് യോജിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രം. അപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഇടുന്ന യൂട്യൂബിനകത്ത് ഇടുന്ന അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത കണ്ടന്റുകൾ ഇടുക, ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, നമ്മുടെ ഓൺ ക്രിയേഷൻസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ 3 മിനിറ്റിൽ കുറയാത്ത ലെങ്തുള്ള വീഡിയോകൾക്ക് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അതായത് 3 മിനിറ്റിൽ കുറയാത്ത ലെങ്തുള്ള വീഡിയോകളുടെ ആ ഒരു വാച്ച് ടൈമാണ് അവർ കണക്കാക്കുന്നത്. 30,000 മിനിറ്റ്, അതാണ് എൻ്റെ ക്രൈറ്റീരിയ. മുമ്പ് 5,000 ഫോളോവേഴ്സ് മതിയായിരുന്നു. ഇപ്പോൾ പുതിയ അവരുടെ അപ്ഡേഷൻ പ്രകാരം 10,000 ഫോളോവേഴ്സാണ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിന് വേണ്ടിയും ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയും ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ നേരെ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിനകത്തേക്കും ഇടാം. അതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഫേസ്ബുക്കിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ യൂട്യൂബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം മെറ്റയുടെ അണ്ടറിൽ വരുന്ന പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇത് തമ്മിൽ ലിങ്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും നമ്മുടെ ഫേസ്ബുക്ക് പേജും തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്ന സെയിം കോണ്ടന്റ് ഫേസ്ബുക്ക് പേജിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളും. നിങ്ങൾ അവിടെ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ഫേസ്ബുക്ക് പോയി മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇൻസ്റ്റയ്ക്കകത്ത് ഇടുന്ന സാധനം ഓട്ടോമാറ്റിക്കലി അവിടെ പോയി അപ്ലോഡ് ആയിക്കോളും. നമ്മൾ പേജ് തുടങ്ങി ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് ഇടാൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ റീലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റീല് നേരെ ഫേസ്ബുക്കിനകത്ത് കൂടി പബ്ലിഷ് ആവുന്നതായിരിക്കും. അതിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ആ രീതിക്കുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വളരെ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെ അവഗണിക്കരുത്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ അതുകൂടി ഒന്ന് പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു.